ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആദ്യത്തെ ചക്ക അടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി തന്നു. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു പല വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് നിങ്ങളെ എല്ലാം പരിചയപ്പെടുത്തുക. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വെറൈറ്റീസൊക്കെ നിങ്ങൾക്കും പരിചയപ്പെടാം. ഞാനിന്നത് വറുക്കുന്നതിന് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ വറുക്കുന്നത് ഒരുപോലെ കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ടറ്റവും നല്ലപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് നിശ്ചിത അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത്ര ഇതായിട്ട് കിട്ടി. നമുക്കിത് മതി വറുക്കാൻ. ഇപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അരിയുന്ന സമയത്ത് നമ്മൾ ചക്കക്കുരുവിൻ്റെ പാട മാറ്റി കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊരു ജോലിയാവത്തില്ല. കണ്ടില്ലേ, ഈ ചക്കയുടെ വലിപ്പം കണ്ടോ, ഈ ചുളയ്ക്ക് ഇത്രയും നീളമുണ്ട്. അപ്പോൾ ഈ ഭാഗമൊന്നും നമുക്ക് വറുക്കാൻ പറ്റത്തില്ല, വളഞ്ഞൊക്കെ. അതുപോലെ ഈ ചെവിട് ഭാഗത്തിന് നല്ല അപ്പോൾ മൂക്കുമ്പോൾ പല പരുവമായിപ്പോവും. അതിന് നമ്മൾ ചെയ്യേണ്ടത് രണ്ടറ്റവും ഒരുപോലെ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് ഈ രണ്ടറ്റവും കട്ട് ചെയ്ത് കണ്ടില്ലേ, അപ്പോൾ ഇത്രയും നീളമായി. ഇനി ഇത് നമ്മൾ ചക്കക്കുരു മാറ്റി ഇതിൻ്റെ പാടയും മാറ്റിയിട്ടതാ, ഇത് കണ്ടോ. ഇനി ഇത് കീറി എടുക്കുമ്പോൾ ഒരേ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. അതുപോലെ ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. അരിഞ്ഞെടുത്തപ്പോൾ എല്ലാം ഒരുപോലെ കിട്ടി, കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ 2 സൈഡും ഞാനത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അരിഞ്ഞത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് വേവിക്കാൻ. ചക്കക്കുരു ഞാനുണ്ട് വേറെ മാറ്റി വെച്ചു. അപ്പോൾ ഇതോടെ തന്നെ നമ്മുടെ ജോലിയെല്ലാം ക്ലീൻ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വറുക്കാം. അപ്പോൾ നമ്മൾ വറുക്കാനുള്ള ചക്ക അരിയുന്ന രീതിയാണിത്. നമ്മൾ എത്രയും കനം കുറച്ച് അരിയുന്നോ അത്രയും എളുപ്പം മൂത്ത് കിട്ടും. കഴിക്കുന്നതിന് ഒരു നല്ല ടേസ്റ്റാണ്. നമ്മൾ എങ്ങനെയും ചക്ക വറുക്കുകയല്ല ചെയ്യുന്നത്. ചക്ക നീളമുള്ള ചുള കാണും, കട്ടിയുള്ള ചുള കാണും. അപ്പോൾ അതിനെ എല്ലാം ഒരേപോലെ അരിഞ്ഞെടുത്താൽ നമുക്ക് എടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഒരു ചക്ക എടുത്തിട്ട് ഇത്രയും നീളത്തിലാണ് നമുക്ക് എടുക്കാൻ പറ്റിയത്. ഈ നീളത്തിൽ എടുക്കുന്നത് തന്നെ കനം കുറച്ചരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇപ്പോൾ ഞാൻ അരിഞ്ഞൊന്നും ഒരുപാട് ലെന്ത് വീഡിയോയ്ക്ക് കാണിക്കുന്നില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നത് നിങ്ങളുടെ അറിവിലേക്ക് കൊള്ളാവുന്നതാണ്. ഇങ്ങനെ നമ്മളെല്ലാ ചക്കയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കുറച്ച് സമയം എടുക്കും, എന്നാലും നമുക്ക് നല്ലൊരു ചിപ്സ് കിട്ടും. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. എല്ലാ നീളവും വലിപ്പവും എല്ലാം ഒരുപോലെ വന്ന് കിടപ്പുണ്ട്. ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുക്കുന്നതൂടെ കാണിച്ച് ന്യൂ കമേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടും. നല്ല ടേസ്റ്റോടെയും നല്ല ഭംഗിയോടെയും പലഹാരം മുന്നിൽ വെക്കുമ്പോൾ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഹോമിലി ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. പലരും പറയുമോ 300-500 രൂപ കൊടുത്താൽ നമുക്കൊരു കിലോ ചിപ്സ് കിട്ടുമോ ഒന്നും അറിയണ്ടാന്ന്. പക്ഷെ നമ്മളറിയുന്നില്ലെങ്കിലും ഇതിൻ്റെ പിന്നിൽ നല്ല എഫർട്ടുണ്ട് വറുത്തെടുക്കുന്നതിന്. അത് നമ്മുടെ വീട്ടിലെ ചക്ക നമ്മൾ തന്നെ ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് കഴിക്കാനും നമുക്ക് ടേസ്റ്റാണ്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ഒരെണ്ണം ഇട്ട്. അപ്പം ഇടുന്ന ഉടനെ തന്നെ പൊങ്ങി വരുന്നതാണ് വെളിച്ചെണ്ണയുടെ മൂപ്പ് വരും. ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വറുക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. കാരണം യൂസ് ചെയ്തത് പിന്നെ റീയൂസ് ചെയ്യാൻ നടക്കേണ്ടി വരത്തില്ല. ഒരു പ്രാവശ്യം കൊണ്ട് അധികം നമ്മൾ ഇട്ടാൽ മതി. ഒരു 3/4 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് തീരുന്നിടം വരെ വറുക്കാം, പിന്നെ വേണമെങ്കിൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ചക്ക വറുക്കുകയാണ്. കണ്ടില്ലേ, അരിഞ്ഞ വെച്ചേക്കുന്ന ഭംഗി കണ്ടില്ലേ. വെളിച്ചെണ്ണ മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ ഇടണം ഇതെല്ലാം. അപ്പോൾ ഇടുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചിടുക. ആദ്യമേ തന്നെ വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കുക. തേച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ ചക്കയിലെ ജലാംശം കൊണ്ട് വെളിച്ചെണ്ണ ഒന്ന് പൊങ്ങുന്ന സമയത്ത് പാത്രം നിറച്ചുണ്ടെങ്കിൽ അടുപ്പിനകത്ത് പോകും. ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയുടെ കാര്യങ്ങൾ. ആദ്യം നമ്മൾ കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ന്യൂ കമേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പതയൊന്ന് പറ്റുമ്പോൾ നമുക്ക് ഇളക്കി. ഞാനിവിടെ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന വെളിച്ചെണ്ണ വണ്ടില്ലേ, ചക്ക പകുതി ഒന്നായി കഴിയുമ്പം കുറച്ച് കരിവേപ്പില ഇടും. അത് നല്ലൊരു മണവും കിട്ടും. പറഞ്ഞില്ലേ, കരിവേപ്പിലയൊക്കെ വറക്കുന്നതിനകത്ത് ഇടുന്നത് നല്ലതാണ്. ചക്കയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. കാണുമ്പോൾ ഒരു ഭംഗിയാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. എൻ്റെ സ്പെഷ്യലാണിത്. പതുക്കെ ഇളക്കി കൊടുക്കാം. നമ്മൾ തീയെ ശ്രദ്ധിച്ചോണം. തീരെ കുറവാണെങ്കിൽ നമ്മൾ ഇടുന്ന ഇതിന് വെളിച്ചെണ്ണ കുടിക്കും. അതുകൊണ്ട് എപ്പോഴും തീ നന്നായിട്ട് തന്നെ ഇരിക്കണം. ഒക്കെ പകുതി വെന്തു, നമ്മുടെ പത ഒരുവിധം ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ഒഴിക്കുമ്പോഴും അതുപോലെ ശ്രദ്ധിക്കും. ഉപ്പ് ഒഴിക്കുമ്പോൾ ഇത്
ഒരു സൗണ്ട് വരും. അതുകൊണ്ട് കളയാതെ സൂക്ഷിച്ചു. അപ്പം നല്ലൊരു ശബ്ദം കേൾക്കുന്നില്ലേ? വെള്ളം അങ്ങോട്ട് കാറ്റുന്നതിൻ്റെ ഒരു വെപ്രാളമാണ് അവർ കാണിക്കുന്നത്. കണ്ടില്ലേ? ചക്കയിൽ നിന്നുള്ള വെള്ളം എല്ലാം പോവുക. അതിൻ്റെ ഒരു സൗണ്ടാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ ഈ വലിയ സൗണ്ട് കഴിഞ്ഞിട്ട് ഒരു തവിയൊക്കെ വരും. അപ്പം നമ്മുടെ ചക്കയൊക്കെ ഒന്ന് മൂത്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോഴത്തേന് ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ വരും. ആരവൊക്കെ നിന്നു നമ്മുടെ ചക്കയൊക്കെ മൂത്തിട്ടുണ്ട്. കണ്ടോ? എളുപ്പമാണ്. ആദ്യത്തെ ട്രിപ്പ് ഇടുമ്പോഴേ ഉള്ളൂ ഇത്രയും താമസം വരുന്നത്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ തിളച്ച് കിടക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ നോക്കും. ഇനി നമുക്കിത് കോരാം. നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? നല്ല ചക്ക ചിപ്സാണ്. നമ്മൾ കയ്യിലെടുത്താൽ നല്ല കിരികിരാന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആ കരിവേപ്പിലയും കൂടെ ഒക്കെ കിടക്കുന്ന കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് ചക്കയുടെ സീസണാണ്. കൊണ്ടുള്ള കുറേ വെറൈറ്റീസ് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് മുമ്പേ കിട്ടാൻ വേണ്ടി ഇതുവരെയും കൂട്ടാക്കാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കൂട്ടാക്കുക. ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ആക്കുക. അപ്പോൾ എൻ്റെ വെറൈറ്റി വീഡിയോസാണ് എല്ലാം. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ ഒരേപോലെ അരിയുന്നതിൻ്റെ ഗുണമാണിത്. വളരെ പെട്ടെന്ന്, അധികം വെളിച്ചെണ്ണയൊന്നും ആയില്ല. 100 കിലോ വെളിച്ചെണ്ണ വെച്ചതാണ്. ഒരു 250 ഗ്രാം വെളിച്ചെണ്ണ പോയി കാണും. ഇപ്പം എണ്ണയൊന്നും കുടിക്കത്തില്ല. ഒന്ന് ചെറുതായിട്ട് ആറുമ്പോൾ അതിന് എയർ ടൈറ്റായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നല്ലതായിട്ട് ഇരുന്നോളും. ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് ചായയുടെ കൂടെയൊക്കെ എപ്പോഴും കഴിക്കാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.